ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ അടുത്തായി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂഫിസം, തസവുഫ് എന്നൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. അപ്പോ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഒറിജിനൽ തസവുഫിന്റെ ആളുകൾ ആരാ? കാരണം വ്യാജന്മാരായി ഒരുപാട് ആളുകൾ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് തസവുഫ്, ആരാണ് സൂഫി, ഇതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഹിജ്റ 808 വഫാത്തായ ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഇബ്നു ഖൽദൂൻ എന്ന മഹാനവറുകളുടെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ വിഭാഗത്തെ പറ്റി ചെറിയ രൂപത്തിൽ. അതായത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ എല്ലാവരും ഹിദായത്തിലാണ്, ഹക്കിന്റെ പാതയിലാണ്, അവിടെ തർക്കങ്ങളൊന്നുമില്ല, അവർ ലക്ഷ്യം ഫുള്ളും ഇബാദത്തിലാണ്, അല്ലാഹു തആലയിലേക്ക് മാറലാണ്, അല്ലാഹു തആലയിലേക്ക് ലയിക്കലാണ്, ചിന്തകളും ഇബാദത്തുകളും എല്ലാം അള്ളാഹുലേക്കാണ്. ഭൗതികപരമായ കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല, അത്തരം കാര്യങ്ങളും താല്പര്യവുമില്ല. സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, ഇതെല്ലാം പരിത്യാഗം, അതൊക്കെ വേണ്ടാന്ന് വെക്കലാണ്. അതുപോലെ തന്നെ കൂടുതൽ സമയവും ഇബാദത്തിന് വേണ്ടി മാറ്റി നിൽക്കലാണ്. ഹിജ്റ 2-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഈ ഒരു ശൈലി, താബീങ്ങളുടെയും താബീങ്ങൾ കാലഘട്ടം വരെ ഇങ്ങനത് ഈ ഒരു ശൈലിയിൽ എല്ലാ ആളുകളും നിഷ്കളങ്കരായി അല്ലാഹു തആലയ്ക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ആരോടും പകയില്ലാതെ, വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ എല്ലാം അള്ളാഹ് എന്ന ചിന്തയിലായി അള്ളാഹിന്റെ റിളക്ക് വേണ്ടി, ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച നല്ല സ്വാലിഹ്യങ്ങളായ ആളുകളായി ഉണ്ടായിരുന്നത്. അങ്ങനെ 2-ാം നൂറ്റാണ്ടിന് ശേഷം ചില ആളുകൾക്ക് അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പൊതുവെ ജനങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഭൗതികപരമായ കാര്യങ്ങളിൽ ചിന്തിക്കുവാനും ദുന്യവിയായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുവാനൊക്കെ തുടങ്ങിയപ്പോ കുറഞ്ഞ ആളുകൾ, ആ ആളുകൾ നേരത്തെ മുമ്പുണ്ടായിരുന്ന ആളുകളെ പോലെ പൂർണ്ണമായ ഇബാദത്തിലായി കഴിഞ്ഞുകൊണ്ട് സ്വഹാബത്തും താബീങ്ങളും ഒക്കെ കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത രൂപത്തിലൂടെ യഥാർത്ഥത്തിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുക, അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ലയിക്കുക, ഭൗതികപരമായ കാര്യങ്ങളും താല്പര്യമില്ലാതെ സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, മോഹങ്ങൾ ഇതൊന്നും ഇല്ലാണ്ട് പൂർണ്ണമായി അള്ളാഹുലേക്ക് മാറുക. ഇങ്ങനെയുള്ള ആളുകൾ ഹിജ്റ 2-ാം നൂറ്റാണ്ട് ശേഷം കുറഞ്ഞ ആളുകൾ അങ്ങനെ ഉണ്ടായി. അതിനിടയ്ക്ക് കുറഞ്ഞ ആളുകൾ തിരിച്ചും അങ്ങനെ നേരെ തിരിച്ചും ഭൗതിക താല്പര്യങ്ങളൊക്കെ കൊണ്ടാകാൻ തുടങ്ങി. അപ്പൊ യഥാർത്ഥത്തിൽ അല്ലാഹു തആലയിലേക്ക് ഇങ്ങനെ ലയിച്ച മാറി നിന്ന ആളുകൾ അവര് സൂഫിയ, മുതസവിഫ എന്ന പേരിൽ അറിയാൻ തുടങ്ങി. അവർ സുഹാദിങ്ങളാണ്. അവർ ദുന്യവിയായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അല്ലാഹു തആലയിലേക്ക്, ഇലാഹിലേക്ക് ലയിക്കാൻ വേണ്ടി മാറിവെച്ച ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മുതസവിഫത്ത്, സൂഫിയത്ത് എന്ന പേര് വീഴാൻ കാരണമായി. ഇതേ രാശയം തന്നെ കശ്ഫുൽ ളുനൂൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവര് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് വേറൊരു പേരും സ്വീകരിച്ചില്ല, സ്വഹാബിയ. കാരണം അത് മതി. സ്വഹാബി എന്നുള്ള സ്ഥാനമാണ് ഏറ്റവും വലിയ സ്ഥാനം. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പൊ സ്വഹാബി എന്നല്ലാതെ വേറൊരു പേരും ഒരു കിട്ടിയിട്ടില്ല. കാരണം ഇത് ലാ അഫ്ളലിയത ഫൗഖഹ, സ്വഹാബിയത്ത് എന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു സ്ഥാനം ഇല്ല. അങ്ങനെ പിന്നെ ശേഷമുള്ള ആ സ്വഹാബത്തിന് സഹവസിച്ച ആളുകളാണ് താബിഈങ്ങൾ. അവർക്ക് താബിഈങ്ങൾ എന്ന പേരും വെച്ചു. ശേഷം ഹിജ്റ 2-ാം നൂറ്റാണ്ടോട് കൂടെ തന്നെ, അല്ലെങ്കിൽ അതൊരു തുടക്ക കാലഘട്ടത്തിലൊക്കെ ജനങ്ങൾക്ക് സ്ഥാനങ്ങളും ജനങ്ങളുടെ അവസ്ഥകളൊക്കെ മാറാൻ തുടങ്ങി. അത് ബിദ്അത്തിന്റെ ആശയങ്ങളും പുത്തനാശയങ്ങളൊക്കെ ചെറുതൊക്കെ ഇങ്ങനെ ഉടലെടുക്കാൻ തുടങ്ങി. ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ ആളുകൾ, സുഹാദിങ്ങൾ, ഭൗതികപരമായ കാര്യങ്ങളൊക്കെ വേണ്ട വെക്കുകയും സ്ഥാനമാനങ്ങൾ വേണ്ട, ഇതെല്ലാം ഒഴിവാക്കി ഇലാഹി സ്മരണയിൽ കഴിഞ്ഞ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അഹ്ലു സുന്നത്തിന്റെ ആളുകൾ,
അവർ ഹൃദയം ഫുള്ളും അള്ളാഹുലേക്ക് ലയിച്ചവരാണ്. മറ്റുള്ള ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ല. അവർ തസവുഫ് മുത്തസവീഫീങ്ങൾ എന്ന പേരിൽ അറിയാൻ തുടങ്ങി. ഇത് ആശയം തന്നെയാണ് കശ്ഫുൽ ലൂനൂനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമായി സൂഫി എന്ന പേര് വീണത് ഹിജ്റ 150 വഫാത്തായ അബു ഹാഷിം അസൂഫി എന്ന മഹാനാണ് സൂഫി എന്ന പേരിൽ ആദ്യമായി അറിയാൻ തുടങ്ങിയത്. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഇമാമിങ്ങൾ കൊടുത്തത് കാണാൻ കഴിയും. അതുപോലെ തന്നെ താരിഫാത്തു ജുർജാനി, ഇമാം ജുർജാനിയുടെ താരിഫാത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഈ തസവുഫ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമങ്ങൾ അകത്തും പുറത്തും, അതായത് നമ്മൾ പുറത്തും അകത്തും, ഹൃദയത്തിന്റെ അകത്തും പുറത്തുമെല്ലാം ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അതിന്റെ ആദാബോടുകൂടെ നിലനിൽക്കലാണ്, അതോടെ ജീവിക്കലാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ നിയമങ്ങൾ അകവും പുറവും, ഹൃദയത്തിന്റെ ഉള്ളിലും ഹൃദയ പുറത്തും, രഹസ്യമാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് അവൻ കമാലിയത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ജീവിക്കണം, അതാണ് തസവുഫ് എന്ന് പറയുന്നത്. ഒരു സൂഫി എന്ന് പറയുമ്പോൾ സൂഫിക്ക് ചില നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. സയ്യിദു ത്വായിഫ, സൂഫികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ഇമാം ജുനൈദ് റളിയല്ലാഹു അൻഹു ആണ്. ഹില്യത്തുൽ ഔലിയ അബു നുഐം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ ജുനൈദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയാണ്. സയ്യിദു ത്വായിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം ജുനൈദ് റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് മറ്റുള്ള ദിവസങ്ങളിൽ ആരാണ് സൂഫിസം, അതിന്റെ സനദ് എവിടെയാണ്, ആരിലേക്ക് എത്തിപ്പെടുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ പറയാം. ആ സൂഫിസം അവരുടെ നേതാവായ, സൂഫിയാക്കൾ നേതാവായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഈ തസവുഫിനെ പറ്റി ചോദിച്ചപ്പോ അവര് പറഞ്ഞു 10 ആശയങ്ങൾ. ആ 10 ആശയങ്ങൾ പറയുന്നുണ്ട്. ആ 10 ആശയങ്ങൾ, മാനകൾ, അർത്ഥങ്ങൾ, ആ ഗുണങ്ങൾ ഒരാളിൽ മേളിച്ചാൽ അവൻ സൂഫിയ. അപ്പൊ സൂഫിക്ക് ഉണ്ടായിരിക്കേണ്ട 10 ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആ 10 ഗുണങ്ങൾ, അതിൽ ഒന്നാമത്തത് എന്താണ്? അത്തഖല്ലുലു മിൻ കുല്ലി ഷൈഇൻ മിനദ് ദുനിയ അൻ തകാസുർ ഫീഹ. അതായത് ഈ ദുനിയാവിൽ കൂടുതൽ ഉണ്ടാക്കലല്ല, ഉള്ളത് എത്രയാണോ കുറച്ച്, എല്ലാം കുറച്ച് അതുകൊണ്ട് ഇഷ്ടപ്പെടുക, താല്പര്യപ്പെടുക, അത് മതി. എത്ര ആണെങ്കിൽ ചെറുത് മതി, കുറഞ്ഞത് മതി, അതിൽ സംതൃപ്തരാണ്. വിശദീകരിക്കേണ്ടതുണ്ട്, നമ്മൾ ചുരുക്കി പറയുക. രണ്ടാമത്തത് എന്താണ്? അസാനി ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി അസ്സ വജല്ല. അല്ലാഹു തആലയാണ് എല്ലാത്തിനും, അല്ലാഹു തആലയിലേക്ക് ഹൃദയം കൊണ്ട് അവലംബിക്കുക. അതായത് എല്ലാത്തിൻ്റെയും നിമിത്തങ്ങൾ അന്വേഷിച്ചു പോകാതെ എന്ത് സംഭവിച്ചാലും, അത് ഗുണാണെങ്കിലും ഖൈറാണെങ്കിലും എന്താണെങ്കിലും, നന്മയാവട്ടെ തിന്മയാവട്ടെ, ഏത് വിഷയത്തിലും അതെല്ലാം അല്ലാഹു തആലയിൽ നിന്ന് കിട്ടിയതാണ്, അള്ള കണക്കാക്കിയതാണ്, അള്ള നിശ്ചയിച്ചതാണ് എന്നൊരു ചിന്ത, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാം അള്ളാഹുലേക്ക് മടക്കുക, എല്ലാം അല്ലാഹു തആലയാണ് എന്നത് ഹൃദയത്തിൽ അങ്ങനെ ഉറപ്പിക്കുക. മൂന്നാമത്തത് സാലിസു അർറഗ്ബത്തു ഫി ത്വആത്തി മിന തതവ്വുഇ ഫി വുജൂദിൽ അറാഫി. അല്ലാഹു തആലക്ക് വഴിപ്പെടുന്നതിൽ അതിൽ നല്ല താല്പര്യം ഉണ്ടാവണം, അതിൽ വിമുഖത, അലസത ഉണ്ടാവുകയില്ല. ഒരു സൂഫി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് എടുക്കാൻ നല്ല താല്പര്യം ഉണ്ടാവും. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും മറ്റുള്ള സൽക്കർമ്മങ്ങളാണെങ്കിലും അവിടെ മടി ഉണ്ടാവുകയില്ല, അലസത ഉണ്ടാവുകയില്ല. അതിൽ കൂടുതൽ താല്പര്യമുള്ള ആളായിരിക്കും എല്ലാ സമയത്തും. കുറഞ്ഞ സമയത്തോ ചില സമയത്ത് മാത്രമല്ല, അയാൾ ആയുസ്സുകാലം മുഴുവനും അങ്ങനെ ജീവിക്കുന്ന ആളായിരിക്കും. ചുരുക്കി പറയുകയാണ്, വിശദീകരിക്കുന്നില്ല. നാലാമത്തത് അസ്സബ്റു അൻ ഫഖദി ദുനിയ അനിൽ ഖുറൂജ് ഇലൽ മസ്അലത്തി വശക്വ. ക്ഷമയ. ദുന്യവിയായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതൊന്നും അവർക്കുണ്ടാവൂല. അതും അത്തരം ദുന്യവിയായ കാര്യങ്ങൾ കിട്ടിയില്ല എന്നത് അവർക്ക് പരാതിയില്ല. കിട്ടാതിരിക്കുന്നത് കൊണ്ടോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കുന്നതിൽ അവരെന്താണ്? ക്ഷമിക്കുന്നവരാണ്. ദുന്യാവില്ല, കിട്ടിയില്ല, അത് ശരിയാണ്, പക്ഷെ ക്ഷമ ഉള്ളവരാണ്. നല്ല ക്ഷമ ഉണ്ടാവാം, ഒരാളും പരാതിയില്ല.
ആരോടും ചോദിക്കൂല. ഇല്ല എങ്കിൽ അത് ക്ഷമിക്കുക. ഇല്ലായ്മയിൽ ക്ഷമിക്കുന്നവരാണ് എന്ന് ചുരുക്കം. അഞ്ചാമത്തെ തംയീസു ഫിൽ അഖ്ദി ഇൻദ വുജൂദി ശൈ. ഇത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ എന്താണെങ്കിലും അത് ഹറാമാണോ, കറാഹത്താണോ, ഹലാലാണോ, സുന്നത്താണോ, സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന കാര്യമാണെങ്കിലും അതിലെല്ലാം സൂക്ഷ്മത അല്ലെങ്കിൽ വേർതിരിവ്. ഹറാമാണെങ്കിൽ കറാഹത്താണെങ്കിൽ വേണ്ട, ശറഈ കൽപ്പിക്കാത്ത കാര്യമാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണെങ്കിൽ വേണ്ട, അങ്ങനെയുള്ള ഒരു വേർതിരിവ് ഉണ്ടാവാം. അതാണ് ഒറിജിനൽ സൂഫിയാക്കന്മാരെ പറ്റി പറയുന്ന അടയാളം. അതായത് അവർക്കൊരു ശരിയേത് നല്ലത് മാത്രം എടുക്കും, മറ്റത് വേണ്ടാന്ന് വെക്കും. ആറാമത്തെ ശുഗുലു ബില്ലാഹി അസ്സ വജല്ല അൻ സാഇൽ അശ്ഗാൽ. എന്ത് തിരക്കാണെങ്കിലും അപ്പോഴൊക്കെ അവർ അല്ലാഹു തആലയുമായി ശുഗലിലാണ്. അള്ളാന്റെ ഫിക്ർ, അള്ളാഹിനെ പറ്റിയുള്ള ദിക്ർ, അള്ളാന്റെ ഫിക്ർ, ചിന്ത, ഇതായിരിക്കും അവരുടെ മനസ്സിലുടനീളം. ഏത് തിരക്കിലാണെങ്കിലും, ഉറക്കിലാണെങ്കിലും, ഉറങ്ങാൻ പോകുമ്പോഴും, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും, ഭക്ഷണം കഴിക്കാണെങ്കിലും, ഇനി മറ്റിൽ നിസ്കരിക്കുകയാണെങ്കിലും, വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ആ സമയങ്ങളിലെല്ലാം അവരുടെ ഹൃദയത്തിലുണ്ടാവുക അല്ലാഹ് എന്ന ചിന്തയാത്രമായിരിക്കും. ആറാമത്തത് ദിക്റുൽ ഹഫീ അൻ ജമീൽ അദ്കാർ. ഏകാന്തമായി ദിക്ർ ചെല്ലുന്നവരാണ്. ഹൃദയം കൊണ്ടാവാം, നാവ് കൊണ്ടാവാം, ദിക്ർ ചെല്ലുന്നവരാണ്. എട്ടാമത്തത് തഹ്ഖീഖുൽ ഇഖ്ലാസി ഫി ദുഖൂലിൽ വസ്വാസ. എന്തെങ്കിലൊക്കെ ചില വസ്വാസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇഖ്ലാസുകൾ ആത്മാർത്ഥമായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ താല്പര്യപ്പെടുത്താൻ വേണ്ടി എല്ലാം അല്ലാഹ്, ഇഖ്ലാസ്, ആത്മാർത്ഥമായിട്ടായിരിക്കും ഏത് പ്രവർത്തനമാണെങ്കിലും അതിൽ ആത്മാർത്ഥത ഉണ്ടാവും. ചുരുക്കി പറയുക. ഒൻപതാമത് പറയുന്നത് അൽ യഖീനു ഫി ദുഖൂലി ശക്ക്. സംശയങ്ങളൊക്കെ എന്തെങ്കിലും വന്നേക്കാം, അങ്ങനെ വരികയാണെങ്കിലും അവിടെ ഉറപ്പ് ഒരു കൈവരിക്കും. അള്ളാഹിന്റെ സിഫത്തിന്റെ വിഷയത്തിലോ, അള്ളാഹ് ഉണ്ട് എന്ന വിഷയത്തിലോ, നരകം, സ്വർഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് സംശയം ഉണ്ടാവില്ല. അവിടെ എല്ലാം ഉറപ്പാണ്. അതിനുള്ള അടയാളങ്ങളൊക്കെ അവർ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ ഈമാൻ ഉറപ്പിക്കുന്ന നല്ല ഒരു ശക്കുമില്ല, ഒരു സംശയമില്ലാത്ത ആളുകളാണ്. പത്താമത്തത് പറയുന്നത് അസ്സുകൂൻ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഇത്തിറാബ് അൽ വഹ്ശ. എല്ലാം അല്ലാഹു തആലയിലേക്ക് മടക്കലാണ്, സമാധാനം അല്ലാഹുവിലേക്ക് മടങ്ങലാണ്. എത്ര പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഹൃദയത്തിന് ചാഞ്ചാട്ടം ഉണ്ടാവുകയാണെങ്കിലും ഈ വിഷയത്തിലൊന്നിലും അവർക്ക് മറ്റൊന്നും ഒരു കൂസലും ഉണ്ടാവില്ല. എല്ലാം അല്ലാഹു തആലയിലേക്ക് മടങ്ങുന്നവരാണ്. എന്നിട്ട് മഹാൻ അവർ പറയാണ് ഇങ്ങനെ ഇത്തരം വിശേഷണങ്ങൾ കുറെ വിശദീകരിക്കാണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അവൻ സൂഫിയാണ്. അല്ല, അങ്ങനെ വിശേഷങ്ങൾ ഇല്ല എങ്കിൽ കാദിബുൻ, അവൻ കള്ളനാണ്. ഇനി ബഹുമാനപ്പെട്ട അമീനുൽ ഖുർദി റളിയല്ലാഹു അൻഹു നക്ഷമദ്യ തുരികത്തുകാരനാണ്. മഹാനവറുകൾ അവിടുത്തെ തൻവീറുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ തസവുഫിന്റെ അടിസ്ഥാനം 5 കാര്യങ്ങളാണ്. അതും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തഖ്വല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യാണെങ്കിലും പരസ്യാണെങ്കിലും അല്ലാഹു തആലയെ പേടിക്കും. അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും അവിടെ വേറെ ആരും ഇല്ലെങ്കിലും എല്ലാം അല്ലാഹ് പേടിയുണ്ടാവും. വതതഹഖഖു ബിൽ വറഇ വൽ ഇസ്തിഖാമ. അവിടെ സൂക്ഷ്മത ഉണ്ടാവും. ദീൻ ശരീഅത്ത് എന്ത് പറഞ്ഞു അതനുസരിച്ച് ഉറച്ചു നിൽക്കും. അത് രഹസ്യമാണെങ്കിൽ പരസ്യമാണെങ്കിലും, പരസ്യമായ ജീവിതത്തിലാണെങ്കിലും രഹസ്യമായി ആരും കാണാത്ത സ്ഥലത്താണെങ്കിൽ പോലും അവിടെ ആ സന്ദർഭത്തിലൊക്കെ അല്ലാഹു തആലയെ പേടിക്കുന്നവരാണ്. രണ്ടാമത്തെ ഗുണമായി പറയുന്നത് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ഇത്തിബാഉ സുന്ന ഫിൽ അഖ്വാലി വൽ അഫ്ആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളതാണ്. അവിടുത്തെ വാക്കിലും അവിടുത്തെ ചര്യയിലും. അതെങ്ങനെയാണ്? നല്ല സ്വഭാവങ്ങളെ കൊണ്ടും നല്ല ഹിഫുള് സംരക്ഷണം കൊണ്ടുമൊക്കെ അത് കൈവരിക്കാൻ പറ്റും. പൂർണ്ണമായി നല്ല സൽസ്വഭാവം ഉണ്ടാവണം. അഞ്ചാമത്തെ അൽ ഇറാദു അൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാരി. അത് ജനങ്ങൾ നമ്മൾ സ്വീകരിച്ചാലും ജനങ്ങൾ നമ്മൾ കൈവിടിഞ്ഞാലും സ്വീകരിച്ചാലും അത്തരം ആ കാര്യങ്ങളെ തൊട്ടെല്ലാം തിരിഞ്ഞു കളയുക. അവർ നമ്മൾ സ്വീകരിക്കുന്നതിനും ചിലപ്പോൾ പ്രശംസിച്ചേക്കാം, ചിലപ്പം ഇകഴ്ത്തിയേക്കാം, പുകഴ്ത്തിയേക്കാം, പ്രോത്സാഹിപ്പിച്ചേക്കാം. ഇതൊന്നും ഗൗനിക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ, മെയിൻഡാക്കാതെ, അതൊന്നും നോക്കുകയില്ല. അതിനെ തൊട്ടെല്ലാം തിരിഞ്ഞു കളയും.
പൂർണ്ണമായി ജനങ്ങളെ തൊട്ട് മറ്റുള്ള ജനങ്ങളുടെ വാക്കുകളോ പ്രശംസയിലോ ഒന്നിനും അവർക്ക് ശ്രദ്ധ കൊടുക്കുകയില്ല. അതെങ്ങനെയാണ്? അള്ളാഹ് തവക്കുൽ കൊണ്ടും സബുർ ക്ഷമ കൊണ്ടും കിട്ടും. ഏത് വിഷയത്തിൽ ക്ഷമ ഉണ്ടാവും, എന്ത് പ്രതിസന്ധി വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹിനെ തവക്കുലാക്കും. ഇങ്ങനെയാണ് അത് ലഭിക്കുന്നത്. നാലാമതായി മഹാനഗർ പറയുന്നത് അനില്ലാഹി ഫിൽ ഖലീൽ വൽ കസീർ. എത്ര കുറച്ചാണെങ്കിലും അല്ല തോന കിട്ടിയാലും എല്ലാം അള്ളാഹുവിന്റെ റിള, അള്ളാഹിനെ തൊട്ട് പൂർണ്ണ സംതൃപ്തനാണ്. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്, തോന കിട്ടിയാലും അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിലും അതായത് ഇല്ലായ്മയിലും ഉണ്മയിലും ഇനി എന്ത് കിട്ടിയാട്ടെ കിട്ടാതിരിക്കട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും എല്ലാത്തിലും റിള ഉണ്ടാവും, നല്ല തൃപ്തി ഉണ്ടാവും. ശപിക്കൂല, അതിൽ അതൃപ്തിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിലോ സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിലോ ആരോഗ്യമില്ലാത്തതിന്റെ പേരിലോ അസുഖം പറ്റുന്നതിന്റെ പേരിലോ ഒന്നിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു തൃപ്തിയില്ല. എല്ലാം അള്ളാഹ് തന്നതാണ്, അത് തൃപ്തിയാകുന്നവരാണ്. എന്ത് തോന കിട്ടിയാലും അതിലും തൃപ്തിയുള്ളവരാണ്. അത് കിട്ടൽ എങ്ങനെയാണ്? നല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഖനാഅത്ത്, അങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്. അഞ്ചാമത് പറയുന്നത് ഇതിലെല്ലാം അള്ളാഹുലേക്ക് മടങ്ങലാണ്. നേരത്തെ പറഞ്ഞ സമ്പത്ത് കുറെ ക്ഷാമം ഉണ്ടാവും, ക്ഷേമം ഉണ്ടാവും. ഏത് സന്ദർഭമാണെങ്കിലും അതിലെല്ലാം അള്ളാഹുത്താലേക്ക് മടങ്ങലാണ്. അതെങ്ങനെ ഉണ്ടാവുക? നന്മ കിട്ടുമ്പോ, നല്ലത് കുറെ കിട്ടുമ്പോ അതിൽ അള്ളാഹുത്താലേക്ക് ശുക്ർ ചെയ്യും. ഇനി ബുദ്ധിമുട്ട് ആപത്തുണ്ടെങ്കിലും അത് അള്ളാഹ് തന്നതാണ്, അള്ളാഹുലേക്ക് ഒരു മടക്കം ഉണ്ടാവും. ഇങ്ങനെയാണ് ഈ തസവുഫിന്റെ അടിസ്ഥാനപരമായിട്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ചുരുക്കി പറഞ്ഞതെന്ന് മാത്രം. അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പോൾ സൂഫി എന്നുള്ളതും തസവുഫ് എന്നുള്ളതും സൂഫിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.